പുരാണത്തിലെ കഥയൊക്കെ ഞമ്മക്ക് തിരിയും. പക്ഷെങ്കിൽ ഞമ്മക്കൊരു കാര്യം പിടിച്ച് ഈ പെമ്പർനാത്തിയുടെ ഒരു കേമത്തം. ഈടുള്ള കോലങ്ങളിലൊക്കെ നമ്മൾ ആണുങ്ങളുടെ വേഷമല്ലേ കാണാറുള്ളൂ. ഇതെനിക്കൊരു പുതിയതാണ്. നമ്പ്യാരെ ഓളെ ഞമ്മക്കൊന്ന് പരിചയപ്പെട്ടു. അതെന്തിനാ തങ്ങളെ? നമ്മുടെ ബീബീന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണ. ഓളെ ഞമ്മക്ക് ഈ കളി പഠിപ്പിക്കണം, അല്ലേ ബീബി? തങ്ങൾ ഒരു തമാശക്കാരൻ തന്നെ. നമ്പ്യാരെന്താ കരുതുന്നത്? മാപ്പിള പെൺകുട്ടികൾക്ക് ഒപ്പന മാത്രമേ പറ്റുന്ന? നോക്കിക്കോ, നമ്മുടെ മോളി കളി പഠിക്കുന്നു. പക്ഷേങ്കിൽ ഇങ്ങടെ ഉത്സവത്തിന് നടത്താൻ ഇടങ്ങേറ് നിൽക്കരുത്. കണ്ടോ നമ്പ്യാർ ഒഴിഞ്ഞു മാറുന്ന? താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കുട്ടികൾ വേഷം കെട്ടിയാലും പലയിടത്തും നടത്താൻ സമ്മതിക്കുകയില്ല. ഓരോ അമ്പലത്തിലും ഓരോ കുടുംബത്തിന്റെ അവകാശ. ആ സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നടത്താൻ സമ്മതിക്കൂ. ഇപ്പോഴാ അന്യജാതിക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ കുട്ടിയും അങ്ങനെയുള്ളതാ. അതിനൊരു അരങ്ങുമായി. അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് കാശ് കൊടുക്കുക, അതൊരു പരിപാടിയായി അല്ലേ? എന്താ ബേബി, വല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? അടിവയറ്റില് വല്ലാത്ത വേദന, ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോണോ? എന്നെ ഒന്ന് താങ്ങിക്കോ. എന്താ, എന്ത് പറ്റി? അർജുന്മാരോട് ഒരു കസേരയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബീവിക്ക് നൊമ്പലം വന്നു എന്നാ തോന്നുന്നത്. പെണ്ണ കുട്ടീന്റെ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. മുക്കറി വേഗം ബാങ്ക് കൊടുക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിർത്ത്. ഈ മന്ത്രിച്ച ചരടും കൂടി അങ്ങക്ക് ഓൻ ഓർക്കാൻ കണ്ട സമയം. ഈടെ തൂങ്ങി നിൽക്കാത്ത കണാരന്റെ വീട്ടിൽ പോയി ആ പെണ്ണിന്റെ കാര്യം എന്തായാലും നോക്ക്. അദ്രുമാനെ നീയും കൂടി ചെല്ല്. നീലി എന്താടാ നീലിക്ക് എന്തോ പറ്റി? ഓക്ക് വേദന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓളങ്ങ് തളർന്നു, തീർന്നുമില്ല. ഓടെ കൂടെ ആരുണ്ടടാ? പരത്തിപ്പറ്റിച്ചുണ്ടേ. പിന്നെ കണാരന്റെ പെണ്ണുങ്ങളും. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്ന് പറയാൻ പൊക്കി പറഞ്ഞു. ഇന്നെപ്പോലുള്ള നോക്കിക്കുമ്പോഴാ ഓക്ക് നൊമ്പലം കിട്ടുന്നത്. എടുത്തോണ്ട് പോടാ ആശുപത്രിയിലോട്ട്. ഓടാ. ആടെത്തിയിട്ട് വിവരം തന്നെ അറിയിക്കണം. വേഗം ചെല്ലേ. ആ നീലി പറ്റോടാ? പെറ്റി. കുഞ്ഞനെന്താ? എൻ്റെ നാവ് ഇറങ്ങിപ്പോയ. പക്ഷേങ്കിൽ ഓക്ക് ചോര പോക്ക് നിൽക്കുന്നില്ല. നമ്മളെയൊക്കെ ചോര എടുത്തു, എന്നിട്ടും നിൽക്കുന്നില്ലെന്നാ പറയുന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞിന് ജീവനുണ്ടോടാ? ചെയ്ത്താനെ എന്നൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റുന്നത്? ഇനി മുല കൊടുത്തോ? ഇവിടെ എന്ത് പെണ്ണുങ്ങൾ ആരും പെറ്റി കൊടുക്കുന്നില്ല. തള്ളയില്ലാതെ വെച്ച് ഈ കുഞ്ഞിന് മുല കുടിക്കണ്ടേ? ഈടുള്ള അഹിന്ദുക്കളുടെ മുലയൊക്കെ പറ്റിപ്പോയോ? ചോദിച്ചു കേട്ടില്ലേ? ബാങ്ക് കാമത്തും കൊടുക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ഇലാഹ കുഞ്ഞാലി ആറ്റോടി കുഞ്ഞിന് മുല കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. എന്നിട്ട് ഈനെയും കൂടി പൂക്കുഞ്ഞിനെടുത്ത് കിടത്തണം. കുടിക്ക്, രണ്ടും കൂടി കുടിച്ചു കുടിച്ചെന്റെ ചോരയും കൂടി കുടിക്ക്. ഇനി രണ്ടാക്കും കൂടെ മുല കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല. നീ ബേജാറാവാതെ, ഓർക്കൊരു സന്തോഷായിക്കോട്ടെ. നീ ഇരട്ട പറ്റാണെന്ന് കരുതിയാ മതി. ഈ ഹറാത്തിന്റെ കൂടെ കിടക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ക്ഷീണം മുഴുവൻ. ചെയ്താൻ ചോര വലിച്ച് കുടിക്കല്ലേ? എന്റെ റബ്ബേ, എനിക്ക് എന്നിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്നാ ആറ്റ ഇനി മുതൽ കുഞ്ഞാലിക്ക് മുല കൊടുക്കണ്ട. ഓനെ നോക്കാൻ പാത്തുനോട് ഞാൻ പറയാം. ഓക്കാണേ കുട്ടികളുമില്ല. ഇങ്ങനെയും ഓളൊരു ഉമ്മയാവട്ടെ.
തങ്ങൾക്കറിയാലോ കരിനിയമത്തിൻ്റെ കാല. മോളിന്ന് പറയുന്ന പോലെ പറ്റൂ. പിന്നെ തങ്ങളിപ്പം നമ്പൂതിരിപ്പാടിൻ്റെ കൂടെയല്ലേ? ബയ്യപ്പുറത്തെ പണിയൊക്കെ കഴിയാറായി. വെറുതെ നോക്കിക്കാട്ട് വേഗം സൂപ്പറായിട്ട് കുഞ്ഞാലിക്ക് വേഗം കൊടുക്കും, അല്ലെങ്കിൽ ഓൻ ഉറങ്ങും. വേഗം കുഞ്ഞാലിക്ക് വിശക്കുന്നില്ലേ? കളിമതിയാക്കി വേഗം പോയി കുളിക്ക്. നെയ്ച്ചോറ് തിന്നാറായി. ബീക്കുട്ടി ഈയും പോയി കുളിക്ക്. കഴിക്ക്. കഴിക്ക്. എന്റെ പൊന്നും എന്റെ നല്ല മോനല്ലേ? കഴിക്ക്. ബീക്കുട്ടി മോളെ ഈ എവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഇവിടെ കൂടെ വരണ്ട. എന്നാ തുടങ്ങല്ലേ? മോൻ പേടിക്കണ്ട, എനിക്ക് സഹായത്തിന് മയ്യത്തായ വല്യങ്ങളുണ്ട്. തീർച്ചയായോ പോവണേ? ഇത് ഞാൻ തിന്നാൻ പോവാ. ഒന്ന് എനിക്ക് കൊടുത്തോ? ഞൊട്ടണം. എന്നോട് ഇതിനെ പോകണ്ടേന്ന് പറഞ്ഞ തിന്നോ. ഒരുപാട് കാറ്റടിച്ചോ? ഒരുപാട് മാങ്ങയും വീണു. നീ എന്തിനാ ചിരിക്കുന്നേ? അന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ടോ? ഇപ്പൊ വേദനിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകുന്ന ദിവസം എത്തിയാ മതിയെന്നോ? നിനക്കറിയോ എന്നാന്ന്? ഒന്നും പറയുന്ന കേട്ടില്ല. പാപ്പി ചാച്ചിയോട് ചോദിച്ചോക്ക്. പിന്നെ വരാം. എണീക്കരുത് പറഞ്ഞല്ലേ, എന്നിട്ടെന്താ മോൻ കേക്കാത്ത? സാരല്ലേ, വെറുതെ കിടന്നു. എണീറ്റ് ഓടി നടന്നാൽ മുറി ഉണങ്ങാൻ ഇനി സമയമെടുക്കും. പുതിയ തുണിയും കുപ്പായിട്ട് പള്ളിയിൽ പോണ്ടേ? ഈ കടലെന്തിനാ പിന്നെയും ബയോട്ടോണേ? അത് നമ്മുടെ ഐശാനെ നോക്കി പോന്നതല്ലേ. അതാരോപ്പാ? ഐശാനെ അറിയില്ല? ഈ കുട്ടിക്കും അറിയില്ല ഐശാനെ? എന്നാ ബാ പറഞ്ഞുതരാ. ഓള് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിയല്ലേ, പാവം. ഓക്കൊരു ദിവസം ഒരു ദുർബുദ്ധി തോന്നി. എന്താന്നോ, കടാപ്പുറത്ത് പോയി നിലാവ് കാണണമെന്ന്. ഓളൊരു രസമില്ലാത്തിരി പൊരേന്നിറങ്ങി കടാപ്പുറത്ത് നിലാവ് കാണാൻ പോയി. ഓടെ കഷ്ടകാലത്തിന് ആ ബൈ കുറേ പരന്തരീസ് പട്ടാളക്കാർ വന്ന്. പെണ്ണുങ്ങളെ കണ്ടാ പട്ടാളക്കാർ വിടുവോ? ഓരോളെ പിടിച്ചോണ്ടുപോയി. പട്ടാളക്കാരൻ നിന്നെ പിടിച്ചോണ്ടായോ?
വെച്ച് വിളമ്പാനും തുണി അനച്ചു കൊടുക്കാനൊക്കെ പട്ടാളക്കാർക്ക് ഈടാരാ ഉള്ളത്? ഒരു കടലിനക്കരയെന്ന് വന്നവരല്ലേ. എന്നിട്ടെന്താ? ഓളോര് പറയുന്ന കേട്ടില്ല. പറഞ്ഞാ കേൾക്കാത്തവരെ ഓരെന്താ വെറുതെ വെച്ചേക്കുന്നു. ഓളക്കൊന്ന് കടലിലിട്ടു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് സങ്കടം വന്നില്ലേ? അതുപോലെ കടലിൻ്റെ കാര്യം അതിനും സങ്കടമായി. പട്ടാളക്കാർ കടലിലേക്ക് എറിഞ്ഞ ഐശേനെ കൂട്ടിക്കൊണ്ട് വരാനാ കടലിങ്ങനെ വന്നോണ്ടും പോയോണ്ടും ഇരിക്കുന്നത്. ഓള് ജിന്നായി നടക്കുകയല്ലേ. നിലാവുള്ള രാത്രിയിലെ അവള് പുറത്തിറങ്ങുക. ഈ കുട്ടി നിലാവുള്ളപ്പോൾ മുറ്റത്തിറങ്ങുക. കണ്ടോ നിലാവിനുള്ളിലൊരു കല? നോണ. ഇനി സൂക്ഷിച്ചു നോക്ക്. ആ കണ്ട്. അതെന്താന്നറിയോ എനക്ക്? അതാ ചന്ദ്രന്റെ കൽബിലെ കര. അറിയോ, ചന്ദ്രൻ വലിയ സങ്കടക്കാരനാ. മതി നിന്റെ ബയള്. വേഗം വന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല ഇതെന്ത് കഥ? വരുമെന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെ തന്നെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ശരി, വേർപ്പെന്ന് പറയട്ടെ. ഞാനൊരു ചായ കുടിക്കാൻ പോയി. നമ്മൾ താമസിച്ച് ഇല്ലേ ഒരുമിച്ച് പോകായിരുന്നു. ഈ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കണം. അതിനാ ഞാൻ പറഞ്ഞു. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിനെന്താ, പേരും ജന്മത്തീയതിയും പറഞ്ഞാൽ മതി. രജിസ്റ്ററിൽ എഴുതി ചേർത്തോളാം. ആ രജിസ്റ്റർ ഇങ്ങോട്ട്. പേരെന്താ എഴുതണ്ടേ? AP കുഞ്ഞാലി. ജന്മത്തീയതി 1974 ജനുവരി 26. തീയതി മറക്കൂല, റിപ്പബ്ലിക് ഡേ അല്ലേ. അല്ലെങ്കിലും മറക്കാൻ വിഷമ. ഇനി അടുത്ത ആളുടെ പേര് എഴുതിക്കോ. AP പൂക്കുഞ്ഞി ബീവി. ജനനത്തീയതി മുമ്പ് പറഞ്ഞ തന്നെ. ഇരട്ട പറ്റതാ. മാഷിന് ഇക്കാര്യൊന്നും അറിയില്ലേ? ഇതാ അടിമ കിടന്ന പെണ്ണിന്റെ കുട്ടിയല്ലേ. ഓളെപ്പോഴേ പോയി. ഓനെ തങ്ങൾ മതമാരിച്ച ശരിയായില്ലെന്ന് ഒരു കൂട്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. കുറ്റം പറയുന്നവരെയൊന്നും ഞാനവിടെ ഇപ്പം കണ്ടില്ല. ഓന് മുല കൊടുക്കാൻ ഒരുത്തിയെ ആടെ ഞാൻ കണ്ടുമില്ല. ഹിന്ദുവായിട്ട് എനിക്ക് ഓനെ ഇറക്കൽ വളർത്താൻ ഒക്കുമോ? എൻ്റെ ബീവി ഓന് മുല കൊടുക്കുമോ? ഓളോട് എനിക്കൊരു സമാനം പറയണ്ടേ? ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. പറയുന്നവർക്ക് എന്താ? ഇപ്പോൾ അവനൊരു ബാപ്പയുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞ അറക്കലെ കാര്യങ്ങൾ നോക്കിയെടുത്തേണ്ടത് ഓനാ. രക്ഷകർത്താവിൻ്റെ പേര് രണ്ടാൾക്കും ഒന്ന് തന്നെ മതിയല്ലോ. എൻ്റെ പേര് മതി രണ്ടാക്കും. ഇനിയൊക്കെ ഞാൻ എഴുതിക്കോളാം, തങ്ങൾ ഇരിക്കണമെന്നില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇവരുടെ പേരിലൊരു ശ്രദ്ധ വേണം. ഓ, വെറുതെ സമയം മെനക്കെടുത്താനല്ല ഞാനിവരെ മാഷ ഏൽപ്പിക്കുന്നു. ആയിക്കോട്ടെ. മതി. ഇതും കൂടി വേണ്ട. പോയി വാ കഴുകി പാത്തിയിട്ട് വാ. എന്നിട്ട് കിടന്നോ, രാവിലെ സ്കൂളിൽ പോണ്ടേ. എനിക്ക് പേടി വന്നു. ഉപ്പ പറഞ്ഞു നിലാവത്തിറങ്ങിയ ബീക്കുട്ടി ജിന്ന് പിടിക്കുമെന്ന്. മോന് ബീക്കുട്ടി ഇഷ്ടമാണോ? പെരുത്തിഷ്ടാ. ഉപ്പ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ബീക്കുട്ടി ആരും പിടിക്കൂല. ഓനിപ്പോ ഉറങ്ങിക്കോ. അല്ലാ,
അനങ്ങാതെ അവിടെ കിടന്ന് ഉറങ്ങു വേണ്ട. മോളെന്തിനാ കരയുന്ന? കണ്ടിട്ട്. ഈ കുട്ടി എന്ത് കിനാവ് കണ്ടത്? ഒരു ജിന്നന് നേർക്ക് പറഞ്ഞ പോലെ. നിലാവുള്ളപ്പോൾ ആ ജിന്നിറങ്ങുന്നല്ലേ ഉപ്പ പറഞ്ഞേ? ഇന്ന് നിലാവുണ്ടല്ലോ. ഇറ്റത്ത് നിന്നപ്പോ ഞാൻ കണ്ടതാ. കുഞ്ഞാളി ഇങ്ങോട്ടാണല്ലോ. അപ്പൊ ഇങ്ങളാ കുട്ടികളെ പേടിപ്പിക്കുന്ന കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലേ? പാത്തുവിന്റെ വിദ്യ ഇതൊക്കെയെന്നാ ഞാൻ വിചാരിച്ചേ. മോള് പേടിക്കണ്ട, ഉമ്മാന്റെ കൂടെ അല്ലേ. എനക്കൊരു കഥ പറഞ്ഞ ആ രാജുമാരുടെയും ജിന്നിന്റെയും. നാളെ സ്കൂളിൽ പോണ്ടതാ. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലേ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും കേട്ടോ. പറഞ്ഞേക്കാം. ഉപ്പ നാളെ പറഞ്ഞുതരാം. ഈ കുട്ടി ഇപ്പൊ കിടന്നോറ, അല്ലെ ഉമ്മ ചീത്ത പറയും. പള്ളിക്കണ്ടിലെ വെള്ളം നീ കുടിക്കില്ലേ? ദാഹിച്ചാലും കൂടി കുടിക്കരുത്. അതെന്താ? ആ വെള്ളത്തില് പള്ളിപ്പറമ്പിലെ മൈത്തോളം നെയ്യുണ്ടെന്നാ എറമുള്ള എനിക്ക് പറഞ്ഞ. നീ ആ വെള്ളം കുടിക്കരുതേ. എന്റെ അല്ലോ. ബീക്കുട്ടി ഇങ്ങ് എത്തിയ ഇന്നും താമസിച്ചു. ഏട്ടാ കളിച്ചു കിടക്ക പൈക്കുന്നില്ലേ? ബേഞ്ചെന്ന് പള്ളയിൽ എന്തെങ്കിലും തരാക്ക്. ഏത് ക്ലാസ്സിലായി? ഇക്കൊല്ലം 5ലേക്കായി. നല്ല ഓർമ്മയുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന് നങ്ങ്യാറൂത്ത് നടക്കുമ്പോഴാ തങ്ങൾ എൻ്റെ അടുത്ത് ദീപിക്ക് എന്തോ പന്തിയല്ല എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് ആടൊരു വണ്ടി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. അതെങ്ങനെ മറക്കാനാ? വലിയ ഉപകാരമായില്ലേ? അന്ന് കൂത്ത് കണ്ടോണ്ടിരുന്നപ്പോൾ തങ്ങളൊരു തമാശ പറഞ്ഞു. ബീവിയുടെ വയറ്റിൽ കിടക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നങ്ങ്യാറൂത്ത് പഠിപ്പിക്കണമെന്ന്. ഓർമ്മയുണ്ടോ ആവോ? ഓർമ്മയൊന്നും പോയിട്ടില്ല. പഠിപ്പിക്കാൻ ആളുണ്ടെ കൊണ്ടുപോവാ. ഈടെ തടസ്സമൊന്നുമില്ല. തങ്ങൾക്കത്ര മോഹ? ഞാനൊന്ന് നോക്കട്ടെ. പള്ളിക്കിണറ്റിലെ വെള്ളം കുടിക്കരുതേ. അതില് മയ്യത്തിന്റെ നെയ്യുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? കുഞ്ഞാലിയുടെ അരമുള്ളാനിക്ക് പറഞ്ഞതാ. ഓൻ പറയുന്ന നുണകേപ്പിക്കാണോ നീ എന്നെ ഉണർത്തിയേ? ആ ചെയ്താന്റെ കാലിയുടെ കുത്തിയ പിന്നെ എന്റെ ഉറക്കവും പോയല്ലോ തമ്പുരാനെ. നാളെ മുതൽ സ്കൂളിൽ വിട്ടാ കളിച്ചുകൊണ്ട് കിടക്കാതെ നേരത്തെ എങ്കിൽ പോര്. കൂത്ത് പഠിപ്പിക്കാനാ സാറത്തി വരും. എന്നെയോ? ആ നിന്നെ തന്നെ. കാഫറുകളുടെ കൂത്തറിയാത്ത കുറവ് വേണ്ട. ഉമ്മ എന്നെ കരിപ്പിക്കാൻ പറയുന്ന ഈ കുട്ടി ഇപ്പം കിടന്നുറങ്ങും. ആദ്യം കൈകെട്ട്. അങ്ങനെയല്ല, നല്ല വൃത്തിയായിട്ട് നിവർന്നിരുന്ന് പുരിക മുകളിലോട്ടും താഴോട്ടും ഇതുപോലെ. കണ്ണ് നല്ല മിഴിച്ചു വെക്കണം. ഇതുപോലെ. താടി ഒതുക്കി. ഇനി കൈസാധകം ചെയ്യാം. ഇവിടെ താഴ്ത്തിയിട്ട് മുട്ടുയർത്തി പിടിക്കണം. നിവർന്നിരുന്ന്. ഇനി അങ്ങനെയല്ല, താഴെയും മുകളിലും. നേരെ നോക്കിയിരുന്ന്